സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട സഖാവ് PM സോന, വനിതാ കൺവീനർ സഖാവ് രമ KS, respected comrade Debashish Basu Chowdhury and respected comrade Mandeep Ghosh, ബഹുമാനപ്പെട്ട രജിത മോൾ, ബഹുമാന്യരായ പ്രേമലത, സിന്ധുജ, R മോഹന, റീന, ജിഷ, അതുപോലെ നമ്മുടെ സംസ്ഥാന ഘടകത്തിന്റെ ബഹുമാന്യരായ നേതാക്കന്മാർ സനിൽ ബാബു, ശ്രീ ഷാജു ആന്റണി, വികേഷ്, വേദിയിലിരിക്കുന്ന ഗീത, വിനീത, രംല, രമ്യ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, മാധ്യമ പ്രവർത്തകരെ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുതലുള്ള വേദികൾ എനിക്ക് ഒന്നുകൂടി ആവേശം തരാറുണ്ട്. പുരുഷന്മാരെ പ്രയാസപ്പെടുത്തിയതല്ല കേട്ടോ, നിങ്ങളെവിടെയും ഉണ്ടാവും. അതുകൊണ്ടാണ് ഏത് സദസ്സിലും കൂടുതലും നമ്മുടെ സഹോദരന്മാരുണ്ടാവും, അവർ കേൾക്കാനുണ്ടാവും, പ്രവർത്തിക്കാനുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകമായി നമ്മുടെ സഹോദരിമാരെ സൂചിപ്പിച്ചത്. നമ്മൾ ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഒരു സമ്മിശ്രമായ മാനസികാവസ്ഥയോടുകൂടിയാണ് ഇരിക്കുന്നത്. അതിന് കാരണം ഒന്ന്, ഒരു യുദ്ധത്തിൻ്റെതായ ഒരു ആരവം നമ്മുടെ രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം എപ്പോഴും മാനവരാശിക്കാകെ ദുഷ്കരമായ, ക്രൂരമായ വേദനകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും സ്ത്രീകളാണ്. മഹാഭാരതത്തിൽ നമ്മൾ ധാരാളം കഥകൾ വായിക്കുന്നുണ്ട്, ചെറുതും വലുതുമായ ഒട്ടേറെ കഥകൾ വായിക്കുന്നുണ്ട്. അതിൽ ഗാന്ധാരി വിലാപം എന്നുള്ള ഭാഗമുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മഹാഭാരതം സീരിയലൊക്കെ നടന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഓരോ ഞായറാഴ്ച വരുമ്പോഴും, ഞങ്ങളൊക്കെ ചെറുപ്പകാലങ്ങൾ 1980-കളിലാണ്, 86, 85, 86 കാലഘട്ടത്തിലാണ്. അപ്പൊ ആ സമയം വരുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക സംഗീതം ചെവികളിലേക്ക് എത്തുമ്പോഴേക്കും, അന്ന് എന്റെ വീട്ടിൽ TV ഇല്ല, തൊട്ടടുത്ത വീട്ടിലുണ്ട്, ഓടും, അങ്ങോട്ട് ഓടും അത് കാണുന്നതിന് വേണ്ടി. അപ്പൊ അതിലൊക്കെ നമ്മൾ പരതിയാൽ ഈ ഗാന്ധാരി വിലാപം നമുക്ക് കാണാൻ കഴിയില്ല. കാരണം യുദ്ധത്തെ കുറിച്ച്, അത് ഏറ്റവും മോശമാണ് എന്നതിനെ കുറിച്ച്, അത് സ്ത്രീ വിരുദ്ധമാണ് എന്നതിനെ കുറിച്ച്, അത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്നതിനെ കുറിച്ച് ഒരു സ്ത്രീയുടെ പ്രഖ്യാപനമാണ് ഗാന്ധാരി വിലാപം. അപ്പൊ അതുകൊണ്ട് അത് കാര്യമായി പ്രസക്തി കിട്ടിയിട്ടില്ല, അതിന് അത് കാണുന്നില്ല. അപ്പൊ നമുക്ക് അറിയാം എന്താണ് ഒരു കലുഷിതമായ ഒരു സമൂഹത്തിൽ ഒരു കാലുഷ്യം നിറഞ്ഞൊരു അന്തരീക്ഷം ഉണ്ടായാൽ, ഒരു ലഹള ഉണ്ടായാൽ, ഒരു യുദ്ധം ഉണ്ടായാൽ എന്താണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ആർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാകും. ഇപ്പൊ നമ്മൾ അടുത്ത ദിവസം എമ്പുരാൻ എന്നുള്ള സിനിമ ഇവിടെ പലരും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം പോയി കണ്ടു. ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്താണ് എന്നുള്ളത്. അപ്പൊ 2 പ്രാവശ്യം കണ്ടവർക്കെതിരെ ED അന്വേഷണം വരും എന്നൊക്കെ നമ്മൾ വാട്സാപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഇന്നലെ വരെ വന്നിട്ടില്ല. അപ്പൊ ഈ എമ്പുരാൻ സിനിമയിലും നമ്മൾ കാണുന്നത്, ആദ്യം ആ സിനിമ ആരംഭിക്കുന്ന സീനിൽ ഗോദ്ര കലാപത്തിന് തൊട്ട് മുൻപ് ട്രെയിനിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, അവിടെയും സ്ത്രീയും കുട്ടിയുടെയും ചിത്രമാണ്. ആ അഗ്നിഗോളങ്ങളാൽ വലയം ചെയ്യപ്പെട്ട് നിസ്സഹായയായി നിൽക്കുന്ന ഒരു സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ചിത്രമാണ് നമുക്ക് കാണുന്നത്. അതിനെ തുടർന്ന് വരുന്ന കലാപാന്തരീക്ഷം, അവിടെയും ഈ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന വേദനയും യാതനയും
ദുരിതങ്ങളും അതെങ്ങനെയാണ്, എന്ത് ഭാഷയിലാണ്, എന്ത് വാക്കിലാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. അതൊരനുഭവമാണ്. ഗർഭിണിയായ സ്ത്രീകളോട്, അല്ലാത്ത സ്ത്രീകളോട് എത്ര ക്രൂരമായാണ് ഒരു സംഘർഷാവസ്ഥ സ്ത്രീയോട്, സ്ത്രീ ശരീരത്തോട് പെരുമാറുന്നത്. പുരുഷന്മാരോട് അങ്ങനെ തന്നെ. പക്ഷെ ആ എല്ലാ ശത്രുതയും, മനസ്സിന്റെ എല്ലാ വൈകല്യങ്ങളും, വികലമായ വികാരങ്ങൾ ഒക്കെ പ്രകടിപ്പിക്കാൻ സമൂഹം, അത് പ്രാചീന സമൂഹമാവട്ടെ, മധ്യകാല സമൂഹമാവട്ടെ, ആധുനിക സമൂഹമാവട്ടെ, ഉപയോഗിക്കുന്നത് സ്ത്രീ ശരീരത്തെയാണ്, സ്ത്രീയുടെ മനസ്സിനെയാണ്. അത് നമുക്ക് കാണാതിരുന്നുകൂടാ. ഇനി അതിൽ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ധാരാളം അനുഭവിക്കുന്ന ഒട്ടേറെ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് നമ്മുടെ സഹോദരിമാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വർഗാടിസ്ഥാനത്തിലും കുറെ ദുരിതപർവങ്ങൾ മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒട്ടേറെ സഹോദരിമാരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിൽ ഞാൻ രാവിലെ ഈ അവിടെ സിന്ധു നദീതടത്തിൽ, അല്ലെങ്കിൽ സിന്ധു നദീതട കരാർ, ആ കരാറ് ലംഘിക്കുന്നു. തീർച്ചയായും ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ പ്രദേശത്തിന്റെ പ്രൊട്ടക്ഷൻ എന്നുള്ളത് മസ്റ്റാണ്, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാലും ഒരു വിഭാഗം ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക്, മനസ്സിലേക്ക് വരുന്നത് ആ ഭീകരരുടെ മുഖമല്ല, മറിച്ച് നിസ്സഹായരായ, കൊടും പട്ടിണിയിൽ ഇന്നും ഇന്നലെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ 40% മനുഷ്യരുടെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഒരു പക്ഷേ കവി പാടിയതുപോലെ, അദ്ദേഹം അർത്ഥം വെച്ചതുപോലെ, എവിടെ പ്രഹരം മനുഷ്യന്റെ പുറത്ത് ഏൽക്കുന്നുവോ അവിടെയൊക്കെ എന്റെ പുറം വേദനിക്കുകയാണ്. എവിടെയൊക്കെ, ഏതൊക്കെ കൈകളിൽ, ആരുടെയൊക്കെ കൈകളിൽ ചങ്ങല വീഴുന്നുവോ ആ ചങ്ങല എന്റെ കൈകളിൽ കൂടിയാണ് വീഴുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അതുമായി താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് നമ്മൾ സ്ത്രീകൾ. അരിവുള്ള മനസ്സാണ്. അങ്ങനെ അരിവുള്ള മനസ്സ് സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗം കൂടിയായി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ബയോളജിക്കലായി നമുക്ക് സ്വായത്തമാക്കിയിട്ടുണ്ട്. ബയോളജിക്കലായിട്ട് നമ്മുടെ ഒരു പാർട്ടുമാണ്. പ്രസവവും കുഞ്ഞും പരിരക്ഷയും ഒക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ ആ ഒരു ഹൃദയവേദനയോട് കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, പ്രത്യേകിച്ച് സഹോദരന്മാർ, കാശ്മീരിൽ ഞാനൊരു 4 വർഷം മുമ്പ് പഹൽഗാമിൽ പോയതാണ്. മനോഹരമായ, ഈ ലോകത്തിലെ സ്വർഗം അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്വർഗം എന്ന് പറയാവുന്ന ഒരു പ്രദേശമാണ്, കാണേണ്ട സ്ഥലവുമാണ്. അപ്പൊ അവിടെ കൊല ചെയ്യപ്പെട്ട നിരപരാധികൾ, ഒന്നും അറിയാത്തവർ ആസ്വദിക്കാൻ വേണ്ടി, രാജ്യത്തിന്റെ ഭംഗി വരുന്നതിന് വേണ്ടി, അവിടുത്തെ ജനങ്ങളെ കാണുന്നതിന് വേണ്ടി, ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഇപ്പൊ അതാണല്ലോ നമ്മൾ പറയുക, ദാരിദ്ര്യം കുറയ്ക്കലല്ല, അതിന്റെ ഘട്ടം കഴിഞ്ഞു. ഇപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ലോകം മുഴുവനും പൊക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവരും ഗ്രൂപ്പുകൾ ഉണ്ടാവും, സ്ത്രീകളുടെ അല്ലെങ്കിൽ സംഘടനയുടെ ഒക്കെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ പോകുന്നു, നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു, കണ്ണുള്ളപ്പോൾ കാണാൻ ശ്രമിക്കുന്നു, മനസ്സ് ഉള്ളപ്പോൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി പോയ നമ്മുടെ എറണാകുളത്ത് തന്നെ നമുക്കറിയാലോ, അതിദാരുണമായ സംഭവമാണ് നടന്നത്. നമുക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണ്. രാജ്യത്തിലെ മനുഷ്യരുടെ, പൗരന്മാരുടെ, രാജ്യത്തുള്ള എല്ലാവരുടെയും, പൗരന്മാരുടെ മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന അതിഥികളായി വന്നിട്ടുള്ള, ഇവിടെ ഇപ്പോ ഉള്ള എല്ലാ മനുഷ്യരുടെയും സുരക്ഷ ഒരുക്കേണ്ടത്, ഉറപ്പാക്കേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. ജീവിക്കാനുള്ള അവകാശം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21, അന്തസ്സായി നിർഭയമായി ജീവിക്കാൻ, ജീവന് സുരക്ഷിതത്വം ഏർപ്പാടാക്കാൻ, ഉറപ്പാക്കാൻ ഉള്ള പ്രൈമറി ആയിട്ടുള്ള ഉത്തരവാദിത്വം
രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്വത്തിന്റെ വീഴ്ചയെ കുറിച്ച് ഒരാളും പരാമർശിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. തീർച്ചയായും അതിന്റെ ഒപ്പം ഇന്ത്യക്കാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിന്നേ മതിയാവൂ. പക്ഷേ ഇന്ന് വേറൊരു സംഭവം കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം, ലോക കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശത്തിന്റെ, കൊച്ചു രാജ്യത്തിന്റെ ഭരണാധികാരിയും ആയി അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോപ്പ് എന്ന് പറയുന്ന സ്ഥാനം വഹിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുകയാണ്. അദ്ദേഹം 2016 അമേരിക്കയിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ട്രംപ് പറഞ്ഞു, ഈ ഇലക്ഷനിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ മെക്സിക്കോയ്ക്കും അതുപോലെ തന്നെ US-നും ഇടയിൽ ഒരു മതിൽ പണിയും, അവിടെ നിന്ന് ഒരു മനുഷ്യരെ പോലും കുടിയേറാൻ ഇവിടേക്ക് അനുവദിക്കില്ല എന്ന് പ്രസ്താവിച്ചപ്പോൾ ഫ്രാൻസിസ് പോപ്പ് പറഞ്ഞത്, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ മതിലുകൾ സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, മാനവികതയുടെ പാലം കൊണ്ട് ഞങ്ങൾ തകർക്കും എന്നാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ, തിന്മയുടെ, അസമത്വത്തിന്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയല്ല. ട്രംപിനോടാണ്. ക്രിസ്തു മതത്തിന് അങ്ങനെ വെറുപ്പിന്റെയോ ഭീകരതയുടെയോ വിദ്വേഷത്തിന്റെയോ മതിലുകൾ പണിയാനുള്ള ആത്മബലമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യാനിയല്ല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു മുദ്രാവാക്യം കൂടിയാണ്. ഹിന്ദു മതത്തിന്, ഹിന്ദു സങ്കല്പത്തിന്, ഹിന്ദു ജീവിത ശൈലിക്ക് അങ്ങനെ വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയമില്ല. അത് വെറുപ്പ് ഉദ്ദേശിക്കുന്നില്ല. വിദ്വേഷത്തിന്റെ ഒരു മൂല്യബോധം അത് പഠിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഹിന്ദുക്കളല്ല എന്ന് നമ്മൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയേണ്ട ഒരു സന്ദർഭത്തിലാണ് ഈ വനിതാ സമ്മേളനം ചേരുന്നത്. നമുക്കൊക്കെ ബലമായി, പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, യുദ്ധത്തിനെതിരെ ഗാന്ധാരി വിലപിച്ചതുപോലെ, കൃഷ്ണനെ കുറ്റവാളിയാക്കി വിചാരണ ചെയ്തതുപോലെ, ഗാന്ധാരി വിലാപം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കൃഷ്ണനെ അടക്കം കുറ്റവിചാരണ ചെയ്യുകയാണ്. നീ കണ്ടോ, ഉത്തരയുടെ കണ്ണീര് കണ്ടോ, അർജുനന്റെ മകൻ കിടക്കുന്നത് കണ്ടോ, ഘടോത്കചൻ കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെ ചൂണ്ടി ചൂണ്ടി കുറ്റവിചാരണ നടത്തുകയാണ്. യുദ്ധം വെറുക്കപ്പെടേണ്ടതാണ് എന്ന് ഒരു സ്ത്രീ ഉറക്കെ പറയുക. ഈ പറയൽ ഇന്നലെ നമ്മൾ കേൾക്കുന്നു. മരണപ്പെട്ട ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശ്രീരാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മകൾ ആരതി, എറണാകുളത്തുകാരി, എന്താ പറഞ്ഞത്? നമ്മുടെ തൊട്ടപ്പുറത്താണ്. എനിക്ക് ഭീകരരാൽ എന്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ടു, പക്ഷെ അതേ പ്രദേശത്തു നിന്ന് തന്നെ എനിക്ക് 2 സഹോദരന്മാരെ കിട്ടി, 2 മുസ്ലിം സഹോദരന്മാരെ എനിക്ക് കിട്ടി. ഞാൻ സ്തബ്ധയായി, ഭീതിതമായ അന്തരീക്ഷത്തിൽ നിസ്സഹായയായി, മരണത്താൽ ചുറ്റപ്പെട്ട് ഞാനും മക്കളും എന്റെ അമ്മയും മാത്രം ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്ത്, ആ മരണത്തിന്റെ വക്രത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക്, ഒപ്പം എയർപോർട്ട് വരെയും എന്നെ അനുധാവനം ചെയ്ത ആ 2 സഹോദരന്മാർ, അമ്മ പ്രസവിക്കാതെ എനിക്ക് കിട്ടിയ, എന്റെ ഇന്ത്യ നൽകിയ എന്റെ 2 സഹോദരന്മാർ, അവരെ അല്ലാഹ് രക്ഷിക്കട്ടെ. ഗാന്ധാരിയുടെ അതേ പ്രഖ്യാപനമാണ് ആധുനിക കാലത്ത് ഒരു സ്ത്രീ, ആരതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ നടത്തിയത്. നിങ്ങൾക്കത് തോന്നിയില്ലേ? പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ ശരി ഏത് എന്ന് നീതിപൂർവം, ശക്തിപൂർവം വിളിച്ചു പറയാൻ കരുത്തുള്ള ഒരു ചിന്തയും ഒരു മനസ്സും സ്ത്രീക്കുണ്ട്. പലപ്പോഴും ശരി പറയുന്നത്, തെറ്റിനെതിരെ വിരൽ ചൂണ്ടുന്നത്, അതിന് നന്മയ്ക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സൗഹാർദ്ദത്തിന് വേണ്ടി, ഒരുമയ്ക്ക് വേണ്ടി ഒക്കെ ശബ്ദിക്കാനുള്ള ഒരു കരുത്തിന്റെ ശബ്ദം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം നമ്മളാണ് ഈ ഭൂമിയിലേക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നതിൽ മുഖ്യ പങ്കാളി.
അതുകൊണ്ട് ജീവനെ എടുക്കാൻ മതത്തിന്റെ പേരിലാവട്ടെ, ജാതിയുടെ പേരിലാവട്ടെ, രാഷ്ട്രീയത്തിന്റെ പേരിലാവട്ടെ, മറ്റെന്തു പേരിലും ജീവൻ എടുക്കുമ്പോ ഗാന്ധാരി വിലപിച്ചതുപോലെ, ആരതി പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ട്. അത് ഉറക്കെ വിളിച്ചു പറയേണ്ട ഒരു അന്തരീക്ഷത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്, ഈ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഗാന്ധാരിയാണ് ആര്? ആരതി. അവരത് വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർ വിളിച്ചു പറഞ്ഞപ്പോ അവരങ്ങനെ വിളിച്ചു പറയാമോ? അവർ വിളിച്ചു പറയുന്ന സമയത്ത് അവരുടെ ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ടിരുന്നു. അവര് നല്ല ഭംഗിയായിട്ടാണ് പറഞ്ഞത്. അവരുടെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. എന്തെല്ലാം അധിക്ഷേപങ്ങളാണ്. ഇത് ആരതിക്ക് മാത്രം കേൾക്കുന്ന സാധനമല്ല കേട്ടോ. നാളെ നിങ്ങളും ശബ്ദിച്ചു നോക്കൂ. നമ്മളൊക്കെ ശബ്ദിച്ചാൽ ശബ്ദിക്കുന്നവർക്കെതിരെ ഈ സമൂഹം, പ്രത്യേകിച്ച് അത് സ്ത്രീയാണെങ്കിൽ, ഈ സമൂഹം വാളോക്കും. കാരണം നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ ഈ സമൂഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിന്. ഇന്ത്യൻ സമൂഹത്തിന് ലക്ഷ്യമുള്ളത്, നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ, ബാല്യകാലത്ത്, യുവതിയായിരിക്കുമ്പോൾ, നിങ്ങൾ വൃദ്ധയാകുമ്പോൾ ഒക്കെ തന്നെ നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ പോലും നിങ്ങളുടെ അച്ഛന്റെയോ സഹോദരന്റെയോ ഭർത്താവിന്റെയോ അനുമതിയില്ലാതെ, അനുവാദം കൂടാതെ നിങ്ങൾ ഒരു തീരുമാനവും പറയരുത്. തീരുമാനമല്ല, ശബ്ദിക്കരുത്. തീരുമാനം പോട്ടെ, നിങ്ങളുടെ അഭിപ്രായം പറയരുത്. എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം ഏതാണെന്നറിയോ? മനുസ്മൃതിയാണ്. നിങ്ങൾക്കൊന്ന് വായിക്കണം കേട്ടോ. സ്ത്രീ വിരുദ്ധതയുടെ മാനിഫെസ്റ്റോ, മനുസ്മൃതി സ്ത്രീ വിരുദ്ധതയുടെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ശ്രീ KP അജയൻ, കണ്ണൂർക്കാരനാണ് അദ്ദേഹം, ഒരു പുസ്തകം, ചെറിയ പുസ്തകമാണ്, വായിക്കണം, എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ആ പുസ്തകത്തിന്റെ ഹെഡിങ് തന്നെ മനുസ്മൃതി സ്ത്രീ വിരുദ്ധതയുടെ മാനിഫെസ്റ്റോ ആണ്. ആ മാനിഫെസ്റ്റോ എടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആകുന്നു എന്ന് ബോധ്യപ്പെടും. നമ്മൾ വെറുതെ സ്വയം ഇങ്ങനെ ആയതല്ല, നമ്മൾ അറിയാതെ ഇങ്ങനെ ആയി പോകുന്നതാണ്. അപ്പൊ എന്നോട് ഇവിടെ സംസാരിക്കാൻ പറഞ്ഞപ്പോ ഷാജി സഹവടക്ക എന്നോട് സൂചിപ്പിച്ചു, ടീച്ചർ സംസാരിക്കുമ്പോ എങ്ങനെ സംഘടനാ പ്രവർത്തനത്തിൽ ശക്തമായ രീതിയിൽ സ്ത്രീകൾ പങ്കാളികളാകണം എന്ന് സംസാരിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സിൽ വരാൻ പോകുന്നത് എങ്ങനെയാണ് ടീച്ചറെ വരിക? അശ്വതി ശ്രീകാന്തിന്റെ കാളി എന്നുള്ള പുസ്തകമുണ്ട്, ചെറുകഥ. അതില് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ചെറിയ കഥയുണ്ട് അതില്. അപ്പൊ ഇവർക്ക്, ഇയാൾ പെട്ടെന്ന് മരിച്ചുപോയി. ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ ഇവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ, ഈ ഭർത്താവിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് ഒരു പ്രത്യേക ലക്ഷ്മണ രേഖയ്ക്ക് അപ്പുറത്ത് ഈ സ്ത്രീക്ക് ലോകമില്ല. അങ്ങനെയുള്ളവരാണ്. രാവിലെ എഴുന്നേക്കും, ഇയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, ഇയാൾ പറയുന്ന കാര്യം കേൾക്കും. അപ്പോൾ ഈ പുള്ളി ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള സീരിയൽ കാണും, വാർത്താ ചാനൽ വയ്ക്കും, ഒരു പട്ടിക്കുട്ടിയുണ്ട്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ ഇവർ ഒരുക്കി കൊടുക്കും. അങ്ങനെ ഇവരുടേതായ ഈ ഭർത്താവിൻ്റെതായ ലോകത്തിനപ്പുറത്തൊരു ലോകം ഇവർക്കില്ല. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്കും സങ്കല്പങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും കാഴ്ചവട്ടത്തിനും അപ്പുറം ഒരു കാഴ്ചവട്ടം ഈ സ്ത്രീ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കാതെയാണ് ഇവര് മരണപ്പെടുന്നത്. അപ്പൊ അയൽവക്കക്കാരൊക്കെ പറഞ്ഞു, ഇതെങ്ങനെ ഈ സ്ത്രീ ജീവിക്കും, അവർക്ക് എവിടേക്ക് പോവാൻ? എന്തെങ്കിലും എന്റെ മനസ്സിലൊക്കെ തോന്നുന്ന കാര്യമാണോ? നിങ്ങളുടെ മനസ്സിലും തോന്നുന്ന കാര്യമാണോ? അയ്യോ, അദ്ദേഹം മരിച്ചു പോയി, ഇപ്പൊ ഇവരെന്ത് ചെയ്യും? അവർക്ക് എന്തറിയാം? ഒരു കടയിൽ പോയി സാധനം വാങ്ങാൻ ഒന്നും അറിയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല, എനിക്ക് നമുക്ക് വളരെ പരിമിതമായ സമയമുള്ളൂ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരുടെ സഹായിയെയും കൂട്ടി ഒരു ഓട്ടോ വിളിച്ചിട്ട് നഗരത്തിലേക്ക് പോവാണ്. അപ്പൊ കൂടെയുള്ള ഇവർക്ക് മാനസിക പ്രശ്നമായോ, വിഭ്രാന്തി വല്ലതോ ആയോ, ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് ഇവര് കടയിൽ ചെന്നിട്ട് ഒരു പുട്ടുകുറ്റി വാങ്ങണം, പുട്ടുകുടവും പുട്ടുകുറ്റിയും വാങ്ങണം. പിന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള സാരികളൊക്കെ എടുക്കുകയാണ്. സാധാരണഗതിയിൽ ഇപ്പോ നമ്മൾ മാറ്റിയതൊക്കെ കളറൊക്കെ കുറഞ്ഞ വെള്ള അല്ലെങ്കിൽ വെള്ളയോട് സമമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ധരിക്കാറ്. ഇതിലാണെങ്കിൽ കളർഫുൾ അടിപൊളി കളറുകൾ ഇടുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇവര് കാര്യങ്ങളൊക്കെ വാങ്ങുന്നു, ഇവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുന്നു. വീട്ടിൽ വന്നു, പുട്ടുണ്ടാക്കി ഇവർ കഴിക്കുന്നു. അവർ പറയുകയാണ്, എനിക്ക് പുട്ടായിരുന്നു ഇഷ്ടം,
വിവാഹത്തിന് മുൻപ് വരെ. പക്ഷെ ഇവിടെ വന്നപ്പോ എന്റെ ഭർത്താവിന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അതല്ലാതെ ഇവിടെ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അപ്പൊ എനിക്ക് മനസമാധാനത്തോടു കൂടി, നിങ്ങൾ ദയവേത് തെറ്റിദ്ധരിക്കരുത്, കളർഫുൾ ആയിട്ടുള്ള സാരികൾ ധരിക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടം വളരെ ലൈറ്റ് കളറായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും കാലം അങ്ങനെ ജീവിച്ചു. ബാങ്കിൽ പോയാൽ, ഏത് ബാങ്കും ആവട്ടെ, കോപ്പറേറ്റീവ് ബാങ്ക് ആവട്ടെ, മറ്റു ബാങ്കുകളൊക്കെ ആവട്ടെ, കറക്റ്റ് അവിടെ എത്താനുള്ള സമയം എടുക്കുക, വൈകിട്ട് ആ സമയം തീരുമ്പോ വീട്ടിലെത്താനുള്ള സമയവും എടുക്കുക, വീട്ടിൽ തിരിച്ചെത്തുക. ഇതായിരുന്നു ഇഷ്ടം. നിങ്ങളുടെ നമ്മുടെ കാര്യം പറഞ്ഞാണല്ലോ. അതിനപ്പുറത്തൊരു ലോകത്തേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയരുത്. കാരണം നിങ്ങളെ അതിന് ഈ രാജ്യത്തിന്റെ ഏറ്റവും പൈതൃകമായിട്ടുള്ള നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെവിടെ? അത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ത്യൻ ഭരണഘടനയല്ലേ? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ജസ്റ്റിസ്, റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് ടു ഫ്രട്ടേണിറ്റി, ഇതൊക്കെയാണല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മനുസ്മൃതി? ഇതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളെ ഭരിക്കുന്നത് ഈ സാധനങ്ങളാണ്. അഷിതയുടെ കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് ചെറിയ കഥ, 3-4 സെന്റൻസ് ഉള്ളൂ. അപ്പൊ രാവിലെ എഴുന്നേറ്റ്, നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം, ഞാനല്ല കേട്ടോ, ഞാൻ മാറിയത്. അത് രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. കുട്ടികളെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി, അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ബാഗിലൊക്കെ ആക്കി വെച്ചു. അവരെ പറഞ്ഞു വിട്ടു. അവസാനം ഓടിപ്പടഞ്ഞ് ഭർത്താവിന് ചായയും കൊണ്ട് വരികയാണെങ്കിൽ, അപ്പൊ വരുന്ന സമയത്ത് വീടിന്റെ മുന്നിൽ സെൻസസ് എടുക്കാൻ ഞങ്ങളെ പോലുള്ള അധ്യാപകരിൽ ഒരാൾ വന്നിരിക്കുകയാണ്. അപ്പൊ അവർ വിവരങ്ങളൊക്കെ ചോദിച്ചു. ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യയുടെ പേര് പറഞ്ഞു, വയസ്സ് പറഞ്ഞു, ജോലിയൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ നിന്നൊരു നെടുവീർപ്പ്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നിട്ടുണ്ടാവും അല്ലേ? ഒരു നെടുവീർപ്പ്, നിശബ്ദമായ. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും വീടുകളിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നിങ്ങൾ എന്തിലാണ് ഭ്രമിച്ചിരിക്കുന്നത്? നമ്മൾ ഭ്രമിച്ചിരിക്കുന്നത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇന്നത്തേക്കാൾ നല്ലത് നാളെ ഉണ്ടാക്കി കൊടുക്കുക, അടുത്ത ദിവസം വേറൊരു വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുക, ഞാനെല്ലാം ഉണ്ടാ വനിത വാങ്ങിക്കുക, അതിൻ്റെ അകത്ത് പുതിയ റെസിപ്പി ഉണ്ടാവും, അതിനനുസരിച്ച് എന്താ പറയാ, വിശേഷാവസരങ്ങളിൽ അതിനനുസരിച്ച് ഉണ്ടാക്കുക. ക്രിസ്മസ് വരുമ്പോ, ഓണം വരുമ്പോ, റംസാൻ വരുമ്പോ, വിഷു വരുമ്പോൾ ഒക്കെ തന്നെ വിശേഷപ്പെട്ട റെസിപ്പിക്ക് അനുസരിച്ച് സാധനം ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പറയും, ഹായ് എന്താ രസം, ഗംഭീരാണ് കേട്ടോ. ഞാൻ ചിലപ്പോ വല്ലപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോ പറയും, അമ്മ നല്ല കൈക്കുട്ടിയാണ് കേട്ടോ. ഞാൻ പറയാതെ എനിക്കത് അങ്ങൾക്കുണ്ട. എനിക്ക് ഇഷ്ടമില്ലാത്ത വാക്കാണ് ഇത്. വീടിനകത്ത് നിന്ന് കിട്ടുന്ന പ്രശംസ അതൊരിക്കലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക്, സാമൂഹ്യ വളർച്ചയ്ക്ക്, ബഫിയുടെ വളർച്ചയ്ക്ക് ഈ പ്രശംസ അപകടം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ലൊരു വീട്ടമ്മയാണ്, നല്ല ഒരു ഭാര്യയാണ് കേട്ടോ എന്ന് പറയുന്നത് എനിക്ക് വിഷമം, അത് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ട് എനിക്ക്. പണ്ട് EMS പറഞ്ഞിട്ടില്ലേ, മനോരമയും അത്തരത്തിലുള്ള മാധ്യമങ്ങളും ഒക്കെ ഈ പാർട്ടിയെ കുറിച്ച്, പ്രസ്ഥാനത്തെ കുറിച്ച് നല്ലത് സംസാരിച്ചാൽ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞതുപോലെ വീടിനകത്ത് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഈ മനുസ്മൃതി ഉൾപ്പെടെയുള്ള മൂല്യങ്ങൾ, മതമൂല്യങ്ങൾ എല്ലാം അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പെരുമാറുന്നു. നിങ്ങൾ ഒരു ഇണക്കി വളർത്തപ്പെട്ട ഒരു മൃഗമായി, ഒരു അടിമയായി കഴിഞ്ഞു. അതാണ് നിങ്ങൾ നല്ലത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് നല്ലൊരു വീട്ടച്ഛനാണ് കേട്ടോ എന്ന് പറയാത്ത? അവരെന്തു പറയും? നല്ല പ്രസംഗമാണ് കേട്ടോ, നല്ല നേതാവാണ് കേട്ടോ, അല്ലേ, കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കൂട്ടോ, ആ പുള്ളിനോട് ചോദിക്കൂട്ടോ. ഇനി വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലല്ലാതെ വേറെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളോട് തീരുമാനം എടുക്കാൻ ചോദിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്, ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വളർന്നു നടത്തണം. ഞാൻ എൻ്റെ വീട്ടിൽ, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്, എന്നെ ഇവിടെ നിർത്തിയത്, അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്റെ സംഘടനയാണ്, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. അല്ലാതെ പെട്ടെന്ന് ഇവിടെ നിൽക്കാൻ കഴിയില്ല. മഹാനായ
ലെനിനും ക്ലാര സെറ്റ്കിനും തമ്മിലുള്ള ഒരു ഡയലോഗ് ഉണ്ട്, ഒരു കോൺവെർസേഷൻ ഉണ്ട്. അവർ ചെറിയ പുസ്തകമാണ്, ഇമാൻസിപ്പേഷൻ ഓഫ് വിമൺ. നിങ്ങൾ വായിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകങ്ങളുടെ പേര് പറയുന്നത്, ഇമാൻസിപ്പേഷൻ ഓഫ് വിമൺ. അപ്പൊ അതിനകത്ത് ലെനിൻ പറയുന്നുണ്ട്, ക്ലാരയും ചില തർക്കങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ഈ സ്ത്രീകളെ എങ്ങനെയാണ് വിപ്ലവത്തിന്റെ മുഖത്തേക്ക് കൊണ്ടുവരിക? വിപ്ലവം എന്തിനു വേണ്ടിയാ? ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, നമ്മുടെ തൊഴിലാളികളെ അഭിസംബോധന ചെയ്യുമ്പോ അതിൽ സ്ത്രീയെ കൂടി അഭിസംബോധന ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. സ്ത്രീയെ എംപവർ ചെയ്യിക്കേണ്ടതില്ല. നമ്മൾ പറയുമല്ലോ സ്ത്രീ എംപവർമെന്റ്, വിമൺ എംപവർമെന്റ്, അതിന്റെ ആവശ്യമില്ല. വി ആർ ഓൾറെഡി എംപവേർഡ്. നമുക്ക് ഒരു കുറവുമില്ല, മനസ്സിലില്ല, ശരീരത്തിന് ചിലപ്പോൾ ചില ബയോളജിക്കൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രസവത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ബൈ ആക്സിഡന്റലോ ഒക്കെ ആവാം. അതിനപ്പുറത്ത് ഒരു കുറവുമുള്ളവളല്ല സ്ത്രീകൾ. എന്നാൽ കുറെ കാര്യങ്ങൾ നമുക്ക് അധികവും ഉണ്ട്, ബയോളജിക്കലായി, മെന്റൽ കോഷ്യന്റ്, ഇതൊക്കെ കൂടുതലുള്ളവരാണ് നമ്മൾ. അപ്പൊ ഈ കഴിവിനെ എന്ത് ചെയ്യണം എന്നാണ് ലെനിൻ പറയുന്നത്? വി ഷുഡ് എക്വിപ്പ് ദ വിമൺ. നമ്മൾ അവരെ സജ്ജരാക്കുക. നമ്മളിലുള്ള കഴിവിനെ അത് കൃത്യമായ പരിശീലനം കൊടുത്ത് കൃത്യമായ ഉപകരണം ഉപയോഗിച്ച് അവരെ സജ്ജരാക്കുക വിപ്ലവത്തിന്, സാമൂഹ്യ പ്രവർത്തനത്തിന്, സംഘടനാ പ്രവർത്തനത്തിന്. ആ സജ്ജരാക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ് ബെഫി എന്ന് പറയുന്ന ഈ സംഘടന. അതിൽ അണിനിരന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ ബാങ്കിങ് സെക്ടറിലെ സംഘടനാ സംവിധാനങ്ങൾ സ്ത്രീക്ക് പ്രധാനമാണ്. പുരുഷൻ അത്രയും വേണ്ട. സംഘടനയുടെ ആവശ്യമൊക്ക സ്ത്രീകൾക്കാണ്. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ പറഞ്ഞു, എന്നോട് സൂചിപ്പിച്ചു, കൂടുതലും ഡെയിലി വേജസ് ആണ്, താൽക്കാലിക ജീവനക്കാരാണ്. നമുക്ക് സ്ഥിരം ജീവനക്കാരാവണ്ടേ? വേണ്ടേ? എന്താ അതിനുള്ളൊരു മാർഗം? നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു കൊടിയും പിടിച്ച് ഒരു പ്ലക്കാർഡും പിടിച്ചിരുന്നാൽ നടക്കുമോ? ഇല്ല. സംഘടിക്കുക, ശക്തരാകുക എന്നാണ് ശ്രീനാരായണ ഗുരു നമ്മളോട്, മലയാളികളോട്, കേരളത്തോട്, ലോകത്തോട് ഉദ്ഘോഷിച്ചത്. സംഘടിക്കുക, ശക്തരാകുക. അപ്പൊ സംഘടിക്കാനും ശക്തി നേടാനും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചൂഷണം, ആ ചൂഷണം മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ടുള്ള ചൂഷണമാണ്. അത് കൂടുതൽ ചൂഷണത്തിന് വിധേയമാക്കാൻ നമ്മളെ മാനസികമായി പ്രാപ്തമാക്കുന്ന ജാതി മത സംവിധാനങ്ങൾ, അതിന്റെ മൂല്യങ്ങൾ പല രീതിയിൽ, പല പുരാണ ഇതിഹാസ കഥകളിലൂടെ, സ്മൃതികളിലൂടെ, വേദങ്ങളിലൂടെ, മറ്റ് പാഠങ്ങളിലൂടെ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്തിനു വേണ്ടി? ഈ മുതലാളിത്തത്തിന് ചൂഷണം ചെയ്യാൻ, ഏറ്റവും എളുപ്പത്തിൽ ചൂഷണം ചെയ്യാനുള്ള ഇരകളാക്കി നമ്മളെ മാറ്റും, പ്രത്യേകിച്ച് സ്ത്രീകളെ മാറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം, കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ദുഷ്കരമായി മാറും. ഒരു തർക്കമില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്? നിങ്ങൾക്കൊരു ജോലി ഉണ്ടായതുകൊണ്ടാണ്. ജോലി ഉള്ളവർ, എത്താത്തവർ ഇപ്പോഴും അവിടെ ഇപ്പുണ്ട്. അപ്പൊ ജോലി മാത്രം പോരാ, മറിച്ച് നമുക്ക് ചവിട്ടിക്കയറാൻ ഒരു ഏണിപ്പടി വെച്ച് തന്ന ഒരു പ്രസ്ഥാനമുണ്ട്, ബെഫിയുണ്ട്. ആ ബെഫിയിൽ വെച്ച് തന്ന ഏണിപ്പടിയിലൂടെ കയറി വന്നവരാണ് ഈ എ ജെ ഹാളിൽ ഇരിക്കുന്നത്. അല്ലാത്തവർ പുറത്താ. അപ്പൊ നമ്മൾ പോരാളികളായി മാറണം. അങ്ങനെ മാറിയാൽ ആർക്കാ ഗുണം? നിങ്ങൾ ചോദിക്കോ, സംഘടനയ്ക്ക് ആളെ കൂട്ടാൻ ആണോ? ഒരിക്കലുമില്ല. സംഘടനയ്ക്ക് ആളെ കൂട്ടാനല്ല. സംഘടിച്ചാൽ ശക്തരാകും. ആര് ശക്തരാകും? നമ്മൾ വ്യക്തിപരമായി. അശ്വതി ശ്രീകാന്തിന്റെ കാളിയിലെ ആ സ്ത്രീ ഉണ്ടല്ലോ, അവർ ശക്തി ആർജിച്ചു. എവിടെന്നെങ്കിലും ഒക്കെ അവർക്ക് ശക്തി കിട്ടിയിട്ടുണ്ടാവും. പുറത്തേക്ക് ഇറങ്ങണം, പോകണം. സമൂഹം എതിരാണ്, പക്ഷെ എങ്കിലും അവർക്ക് കിട്ടിയ ശക്തി അവരെവിടെ നിന്നെങ്കിലും ആർജിച്ചതായിരിക്കും. ഒരുപക്ഷെ വീടിനകത്തെ വായനയിൽ നിന്നാവാം. അത് ഒരാൾക്കേ പറ്റുള്ളൂ. പക്ഷെ സംഘടിതരായാലോ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം, നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം തരുന്നത് ഈ സംഘടനയാണ്. നമുക്ക് സംസാരിക്കാൻ, നമ്മുടെ വീട്ടിൽ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ, ആ സംസാരിക്കാൻ എന്റെ നാവിന് ശക്തി പകർന്നത്, എന്റെ ചിന്തയെ മൂർച്ച വെപ്പിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൽ ചേർന്നതുകൊണ്ടാണ്. അപ്പൊ വ്യക്തിപരമായി ഇനി ഞാനിത് സംസാരിക്കുമ്പോഴോ ഒരു സമൂഹം മുഴുവൻ ഇത് കേൾക്കുകയാണ്. അപ്പൊ സാമൂഹ്യമായി നമുക്ക് ഇടപെടാൻ കഴിയുന്നു. നമ്മൾ സ്വയം വളരുന്നു, സാമൂഹ്യമായി ഉയർച്ചയിലേക്ക് വരുന്നു, അഭിപ്രായമുള്ളവരായി മാറുന്നു. നമ്മൾ സാധാരണ എന്താ പറയാ, സ്ത്രീകൾ സമൂഹത്തിലെ വിഭവങ്ങളുടെ ഗുണഭോക്താക്കളായി മാറ്റുക ആയിരുന്നു ഇത്രയും കാലം.
നമ്മൾ വേണ്ട, നമ്മൾ ഈ വിഭവങ്ങളുടെ ഗുണഭോക്താക്കളല്ല, മറിച്ച് കൈകാര്യകർത്തൃക്കളായി മാറണം. ഈ വിഭവങ്ങളെ കൈകാര്യം ചെയ്യാൻ, ഈ വിഭവങ്ങൾ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെ, എപ്പോൾ, എവിടെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവെനിക്കുണ്ട്. ആ കൈകാര്യം ചെയ്യാനുള്ള അവകാശികളായി നമുക്ക് മാറാൻ കഴിയും. എപ്പോൾ? സംഘടനയിലൂടെ ശക്തരായ. അപ്പൊ നിങ്ങൾ പറയുന്നത് കേൾക്കും വീട്ടിലുള്ളവർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഷൈൻ ടീച്ചർ സുഖമാണ് കേട്ടോ വീട്ടില്, അല്ലേ? ഭർത്താവ് എന്ത് നല്ല ഭർത്താവായിരിക്കും, മക്കൾ എന്ത് നല്ല മക്കളായിരിക്കും, ഇങ്ങനെയല്ലേ നിങ്ങൾ വിചാരിക്കുക? ഞാനിപ്പോ കേരളത്തിലെ മുഴുവൻ സംസാരിക്കാൻ പോകുന്നുണ്ട്. വെറുതെ ഉണ്ടായതല്ല, ഉണ്ടാക്കിയെടുത്തതാ. അത് ഉണ്ടാക്കാൻ എന്റെ സംഘടന എനിക്ക് ശക്തി തന്നു. അത് വേറെ ഒരു ഭാഗം. ആ ശക്തിയെ ഞാൻ ഉപയോഗിച്ചു. എനിക്കൊരു ലക്ഷ്യമുണ്ട്. സ്ത്രീ എന്നുള്ളതിലേക്ക് സ്ത്രീകൾ അഭിമാനത്തോടുകൂടി ബഹുമാനം ആർജിച്ച് തൻ്റെതായ ഒരു ഇടം നേടി കാലുറപ്പിച്ച് തല നിവർത്തിപ്പിടിച്ച് നെഞ്ച് നിവർത്തിപ്പിടിച്ച് സംസാരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് സ്ത്രീകൾ വരണ്ടേ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇത് വെറുതെ ഉണ്ടാവില്ലാന്നേ. ഈ അശ്വതി ശ്രീകാന്തിന്റെ കാളിയിലെ കഥാപാത്രമായിട്ട് ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഒരു തീപ്പൊരി എന്റെ മനസ്സിലുണ്ട്. കാരണം ബാല്യകാലം മുതൽ യൂത്ത് സംഘടനകളിലൂടെ ഒക്കെ വളർന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ച് ആ ഒരു സ്പാർക്ക് എന്റെ മനസ്സിലുണ്ട്. ആ സ്പാർക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു ഹ്യൂമിലിയേഷനോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ജോലിയുണ്ട്, എനിക്ക് ശമ്പളമുണ്ട്, ഇതുപോലെ എന്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട്, അദ്ദേഹത്തിന് ശമ്പളമുണ്ട്. പക്ഷെ വീടിനകത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേക ഡ്യൂട്ടി, പുള്ളിക്ക് റെസ്റ്റ്. ഇതെന്ത് നീതി ഇല്ലേ നമ്മുടെ സഹോദരന്മാരെ? ഇതെന്ത് നീതി? എന്നിട്ട് പറയും അദ്ദേഹം നല്ല കഴിവുള്ള ആളാണ് കേട്ടോ, അദ്ദേഹം നല്ല സാമൂഹ്യ പ്രവർത്തകനാണ് കേട്ടോ, അദ്ദേഹം നല്ല നേതാവാണ് കേട്ടോ. അപ്പൊ എനിക്കും ഇത് കഴിയുമെന്ന് തെളിയിക്കണം. നമ്മൾ എന്തുമാത്രമല്ല, ഒരു ഇണക്കി വളർത്തപ്പെട്ട ഒരു അടിമയല്ല, കേവലം ഒരു മൃഗമല്ല. മനുഷ്യനൊരു മൃഗമാണ്, സ്വാഭാവികമാണ് അല്ലെ? മാനിസ് അനിമൽ, ഓക്കെ. പക്ഷേ വീട്ടിനകത്ത് മാത്രം ചുറ്റപ്പെട്ട, അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾ വീട്ടിനകത്തല്ല, അല്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ചരട് പോലെ ആരാരോ നിയന്ത്രിക്കുന്ന ചരട് പോലെ, ഈ ചരട് വേറെ ചരടാണ്, അത് നമുക്കൊന്നും കൂടി എക്സ്പോഷർ ഉണ്ടാക്കാൻ പറ്റുന്ന ചരടാണ്. പക്ഷെ കാണാ ചരടുകളാൽ കെട്ടപ്പെട്ട ഒരു വീട്ടുമൃഗമാകാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, ഒരു സാമൂഹ്യ ജീവിയാണ്. ആ സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള എല്ലാ കഴിവും എല്ലാ ശേഷിയും നമുക്കുണ്ട് എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിയണമെങ്കിൽ കുറച്ച് പുസ്തകങ്ങൾ വായിക്കണം, വായനയ്ക്ക് സമയം കൊടുക്കണം. എപ്പോഴെന്നാ വായിക്കുക ടീച്ചറെ? ബാങ്കിൽ വൈകിട്ട് രാത്രിയൊക്കെ വരും, പിന്നെ വീട്ടില് വീതിച്ചു കൊടുക്കണമെന്നേ. തൊഴിൽ വിഭജനം വീട്ടിലുണ്ടാക്കണം. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ വീട്ടിൽ ആദ്യം കുടുംബത്തിൽ വിപ്ലവം ഉണ്ടാക്കണം, എന്തിനാ നാട്ടിൽ വിപ്ലവം ഉണ്ടാവാൻ പറ്റുള്ളൂ. എന്റെ ഭർത്താവ് പറയാറുണ്ട്, നീ ഇവിടെ തകർത്തു, ഇനി പ്രസംഗിക്കും. ഞാൻ ഓരോ സ്ഥലത്തും പ്രസംഗിച്ച് ചെല്ലുമ്പോൾ പറയും, അവിടെ കുറെ വീടുകൾ തകർന്നിട്ടുണ്ടാവും. എന്റെ സംഘടനയിലെ നേതാക്കന്മാർ പറയും, ഞാൻ പറയും സാറ് വീട്ടിലൊന്നും വരണുണ്ട്, ടീച്ചറെ വരണ്ട പ്ലേസ് തമാശക്കാണ്. അപ്പൊ വീട്ടിൽ വിപ്ലവം ഉണ്ടാക്കാതെ എന്ത് വിപ്ലവമാണ് നിങ്ങളുടെ സംഘടന കൊണ്ട് പുറത്തുണ്ടാക്കാൻ പോകുന്നത്? വീട്ടിൽ വിപ്ലവം ഉണ്ടാവാതെ, മാറ്റം ഉണ്ടാവാതെ നമുക്ക് മാറാൻ കഴിയില്ല. അപ്പൊ വിപ്ലവം വീട്ടിലുണ്ടാക്കണം, തൊഴിൽ വിഭജനം വീട്ടിലുണ്ടാക്കണം. മാക്സ് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ അടിമയും ഉടമയും എവിടെയാണെന്ന് അറിയോ? കുടുംബത്തിനകത്താണ്. ഉടമ പുരുഷനും അടിമ സ്ത്രീയും. അപ്പൊ ആ അടിമത്വത്തിൽ നിന്ന്, ആദ്യത്തെ അടിമത്വത്തിൽ നിന്ന്, അതിന് മുൻപൊരു അടിമത്വമുണ്ട്. അതെങ്ങനെയാണ്? ജാതിയും മതവും മൂല്യങ്ങളും സ്മൃതികളും വേദങ്ങളും ഇതിഹാസങ്ങളും കഥകളിലൂടെ പുരാണങ്ങളിലൂടെ ഒക്കെ പകർന്നു വന്നിട്ടുള്ള മാനസികമായ അടിമ. അത് നമ്മൾ സ്വയം തിരിച്ചറിയണം, നമ്മൾ സ്വയം അതിനെ പൊളിക്കണം. ഞാൻ ഒന്നിനും അടിമയല്ല. ഇന്ത്യൻ ഭരണഘടന, ആധുനിക ഇന്ത്യയിലെ 1947 ശേഷം 50 ശേഷം ദക്ഷായണി വേല ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അവരൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി തന്ന സാധനം പറയുമോ? ഡോക്ടർ BR അംബേദ്കറുടെ പടവും വീട്ടിലുണ്ടാവണം. ഏറ്റവും പൂജാമുറിക്കകത്ത്, അതെന്ത് പൂജാമുറിയാണെന്ന് നിങ്ങൾ ഇൻവെർട്ടഡ് കോമ വെക്കേണ്ട ഒരു സാധനമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വായിക്കണം എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം ഈ ആധുനിക ജനാധിപത്യ ഇന്ത്യക്കകത്ത് നമ്മളെ
മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്ന് ഉറക്കെ പറയുന്ന പുസ്തകമാണ്. എല്ലാ സന്ധ്യയ്ക്കും അല്ലെങ്കിൽ എല്ലാ മോർണിംഗിലും നിങ്ങൾ എടുത്ത് ഒരു പേജെങ്കിലും അത് വായിക്കുക, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ കിട്ടുന്ന ഒരു ശക്തി വേറെയാണ്. വായന നമ്മുടെ ചിന്തയ്ക്ക് ശക്തി പകരും എന്നാണ്. അപ്പൊ അതിന് നമുക്ക് കഴിയണം. ആ ചിന്ത വരുമ്പോ ഡോക്ടർ ദിവ്യ എസ് അയ്യരെ പോലെ അവർക്ക് മനസ്സിലുള്ള അഭിപ്രായം കൃത്യമായി ധൈര്യത്തോടുകൂടി പറയാൻ കഴിയും. അപ്പോഴും ഈ സമൂഹം, കാരണം നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? എന്തിനവർ പറഞ്ഞു അവരുടെ ഭർത്താവിൻ്റെ ആളല്ലേ, അപ്പൊ പറയാൻ പാടുണ്ടോ? കാരണം മനുസ്മൃതി പറയുന്നത് ബാല്യത്തിലും യൗവന കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും നിങ്ങൾ അച്ഛന്റെയോ സഹോദരന്റെയോ ഭർത്താവിന്റെയോ ഇംഗിതത്തിനനുസരിച്ച് മാത്രം ആടിയാൽ മതി. You should dance with the tunes of your father, brother and your husband. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഒരാൾ വീട്ടിൽ വന്നു, ചിലപ്പോ പിരിവിനൊക്കെ പോകുമ്പോ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കട്ടെ, അയ്യോ ചേട്ടൻ കൂടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്തോട്ടെ, അയ്യോ പുള്ളിനോട് ചോദിക്കട്ടെ കേട്ടോ, ഇതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം, നമുക്ക് അഭിപ്രായം ഉണ്ടാവണം. ആരതിയെ പോലെ തുറന്നു പറയണം. ഈ നാട്ടിൽ നടക്കേണ്ടത് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും മതസൗഹാർദ്ദവുമാണ്. ഒരു മതത്തിനും വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, മാനവിക വിരുദ്ധമായ ഒരു മുഖവുമില്ല. എല്ലാ മതമൂല്യങ്ങളും മാനവികതയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നതാണ്. മറ്റെല്ലാം നാട്ടിൽ നടക്കുന്ന 2006 ഇന്ത്യക്കകത്ത് നടന്ന അതിഭീകരമായ ഒരു സംഭവമുണ്ട്. നിങ്ങളത് വായിക്കണം, കേട്ടാ പോരാ, വായിക്കണം. ഹൃദയം പടയ്ക്കും. നമ്മുടെ മറാത്തയിലെ ഖൈർലാഞ്ചി കേട്ടിട്ടുണ്ടോ നിങ്ങള്? മറാത്തയിലെ ഖൈർലാഞ്ചി സംഭവം, ജാതിയിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഒരു സ്ത്രീയും ഭർത്താവും 3 മക്കളും, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. എന്താ അവരുടെ പേര്? സുരേഖ ബോത്മാങ്കെ. സുരേഖ ബോത്മാങ്കെ ചെയ്തത് അവർക്ക് വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിലെ നാഥയായി അവർ മാറി. ദളിത് വിഭാഗമാണെന്ന് ഓർക്കണം. നമുക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് എന്നും ഓർക്കണം, കൂലിയുണ്ട് എന്നും നിങ്ങൾ ഓർക്കണം, വരുമാനമുണ്ട്, വേജ് ഉണ്ടെന്നും ഓർക്കണം, സാലറി ഉണ്ടെന്ന് ഓർക്കണം. ഇവർക്ക് വിദ്യാഭ്യാസമുണ്ട്. ആ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ അവർ കുടുംബത്തിലെ നാഥയായി. അവര് തൊട്ടടുത്തുള്ള ഈ ഖൈർലാഞ്ചി എന്ന് പറയുന്ന മറാത്തയിലെ, മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ കുറച്ച് ഭൂമി വാങ്ങിയത് നിർഭാഗ്യവശാൽ ചുറ്റും അവരെക്കാൾ ഉയർന്ന ജാതി എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലായിരുന്നു. ഇവരെ അവിടെ കൃഷി ചെയ്യാൻ അനുവദിക്കില്ല. കൃഷി ചെയ്ത് സുഖമായി ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ഒരു കുടുംബം, അതും ദളിത് കുടുംബം കഴിയുകയോ? അത് പറ്റില്ല. ദളിതരും സ്ത്രീകളും എങ്ങനെ ജീവിക്കണമെന്ന് മനുസ്മൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ദളിതരും സ്ത്രീകളും ജീവിക്കേണ്ടതെന്ന്. അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പണി പറഞ്ഞിട്ടുണ്ട് ചാതുർവർഗ്ഗത്തിൽ, വിരാട് പുരുഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ചെയ്താണ്. നിങ്ങൾ കർത്തവരാണ്, ഇന്ന വിഭാഗത്തിൽ. പക്ഷെ ഇവർ എന്ത് ചെയ്തു വിചാരിച്ചാൽ അവർ ജീവിക്കുന്നത് ആധുനിക ഇന്ത്യയിലാണ്, 21ാം നൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് അവർ കൃഷി നടത്താൻ തീരുമാനിച്ചു. അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് കൂടി ഇവർക്ക് വെള്ളം കൊടുക്കേണ്ടത് തീരുമാനിച്ചു. ഇന്ത്യക്കകത്താണ് പോയി നടക്കുന്നത്. വായിക്കണം നമ്മൾ. അപ്പൊ നമ്മുടെ മനസ്സിന്, നമ്മുടെ ചിന്തയ്ക്ക് തീ പിടിക്കും. എന്നിട്ടും ഇവർ നിർത്തിയില്ല. ഇവർ വെള്ളമൊക്കെ ചുവന്നുകൊണ്ടുവന്ന് ഈ പാടം നനച്ചു. കൃഷി വിളയാറായി. അപ്പോ ഗ്രാമപഞ്ചായത്ത് കൂടി ഇവരുടെ പാടത്തിലൂടെ ഒരു വഴി കെട്ടി. പോരാൻ അവിടെയുള്ള കന്നുകാലികളെ ഒക്കെ, കാളക്കൂട്ടങ്ങളെ ഒക്കെ ഇതിലേക്ക് പറഞ്ഞു വിട്ടു. ഇത് ചോദ്യം ചെയ്ത ഇവരുടെ ഒരു ബന്ധുവിനെ മർദ്ദിച്ചു ഈ കൂട്ടം, ഈ പൈശാചികമായ ആൾക്കൂട്ടം. ഈ പൈശാചികത ഉണ്ടാക്കുന്ന സംവിധാനത്തിന്റെ പേര് കൂടിയാണ് എന്ത്? ഈ ആധുനിക പുരാതന ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിൽ മുഴുവൻ നിയമമായി ഉണ്ടാവണം എന്ന് പറയുന്ന ഈ സ്മൃതി എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഇവർ പരാതി കൊടുത്തു, തന്റെ ബന്ധുവിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. പോലീസ് ഒന്നും ചെയ്തില്ല, വരില്ല പോലീസ്. അങ്ങനെ ഒരു അടുത്ത സ്റ്റേഷനിൽ കൊടുത്തു. അപ്പോ അറസ്റ്റ് ചെയ്യാൻ എന്ന വ്യാജനെ കുറച്ചു പേർ വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ വീടിനെ ലക്ഷ്യമാക്കി ഒരു 10-70 പേര്, ആ സ്ത്രീകളും പുരുഷന്മാരും കൂടി വരികയാണ്.
ഇത് കണ്ടു ആര്? ഭർത്താവ് കണ്ടു. ബയ്യാലാൽ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് കണ്ടു. അദ്ദേഹത്തിന് അറിയാം, അവിടുത്തെ ഒരു അവസ്ഥ അറിയാമല്ലോ, വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന അവസ്ഥ അറിയാം. അദ്ദേഹം തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി മറഞ്ഞിരുന്നു. പിന്നീട് ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കാണുന്ന കാഴ്ച, ആർഷഭാരത സംസ്കാരത്തെ കുറിച്ചൊക്കെ വീമ്പ് പറയുന്നവരുണ്ട്. നമ്മുടെ മനസ്സിൽ സാധനമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്. ജാതിയുണ്ട്, മതമുണ്ട്, പുരോഗമനം പറയുന്ന നമ്മുടെ ഒക്കെ മനസ്സിൽ ഉണ്ട്. കാരണം ഞാൻ പല സ്ഥലത്ത് നടക്കുമ്പോ ചില ആളുകളുടെയൊക്കെ ഭാവം കാണുമ്പോ, ഈ മണിച്ചിത്രത്താഴിൽ ശോഭന ആഭരണം കാണൂലേ, ആഭരണം കാണുമ്പോ അവരുടെ ആ ഡ്യുവൽ പേഴ്സണാലിറ്റി ഇങ്ങനെ ഉണരും അല്ലേ, ആ ഭ്രാന്തി വരും എന്ന് പറയുന്ന ഭാവമുള്ള ആളുകൾ നമ്മളിലുണ്ട്, എന്നിലുണ്ട്, നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഇദ്ദേഹത്തിന് കണ്ടത്. 2 ആൺമക്കളാണ് ഇവർക്ക്. ഒരാള് അന്ധനാണ്, പിന്നെ 17കാരിയായ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. സ്കൂൾ വിദ്യാഭ്യാസം തീരാൻ പോകുന്നു. ഈ ആൺകുട്ടിയോട് പറഞ്ഞു, ഈ അമ്മയെയും ഈ പെങ്ങളെയും നിങ്ങൾ ബലാത്സംഗം ചെയ്യണം, തിളക്കണം നിങ്ങളുടെ രക്തം. വിസമ്മതിച്ച ഈ 2 ആൺമക്കളുടെയും ലിംഗം ഛേദിച്ചു. പിന്നെ കൂടെ വന്നവർ, ആ കാബാലികർ, സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത ആ കാബാലിക കൂട്ടത്തിൽ നിന്ന് ഈ അമ്മയെയും മകളെയും കൂട്ടബലാത്സംഗത്തിനിരയായി അടിച്ചു കൊന്നു. ഈ 4 പേരെയും കൊന്നു. ഇതിന്റെ പേര് കൂടിയാണ് നമ്മൾ കൊണ്ടു നടക്കുന്ന ചില ധാരണകൾ. ഈ ധാരണകൾക്ക് പേ പിടിച്ചാൽ നാളെ എന്റെയും നിങ്ങളുടെയും വീട്ടുകളിലേക്ക് ഇവർ വരും. അത് മനസ്സിലാക്കി മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, മനുഷ്യത്വത്തോടുകൂടി പെരുമാറാൻ, വൃത്തികെട്ട മ്ലേച്ഛമായ ജീർണിച്ച വരേണ്യബോധം, ജാതീയത, വംശീയത, ഞാൻ വലിയ ആളാണ് എന്നുള്ളൊരു ഭാവം, ഇതൊക്കെ പിഴുത് ആ വ്രണത്തെ, ആ ക്യാൻസറിനെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മളെ പ്രാപ്തമാക്കുന്നത് കൂടിയാണ് നമ്മുടെ ഈ പ്രസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനുഷ്യനായി മാറണം. അവസാനിപ്പിക്കുകയാണ്, മനുഷ്യരായി മാറണം. മലാല യൂസഫ്സായിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെന്താ ചെയ്തത്? അത് വേറൊരു മതം, പാകിസ്ഥാൻ. സ്വാത്ത് താഴ്വരയിൽ 15കാരിയായ പെൺകുട്ടി പഠിക്കണം എന്ന് തീരുമാനിച്ചു. അവളുടെ അച്ഛൻ പറഞ്ഞു അവളെ രാഷ്ട്രീയ നേതാവാക്കും എന്ന് തീരുമാനിച്ചു. ആ അച്ഛനെ നമ്മൾ സ്തുതിക്കണം. ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം എന്റെ അപ്പനും അങ്ങനെ ഞങ്ങളെ വളർത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഭീകരവാദികൾ സ്ത്രീ പഠിക്കേണ്ടതില്ല, കണ്ടോ? ഭീകരവാദത്തിന് മതമില്ല. അത് ഇന്ത്യയിലാവട്ടെ, ഇന്ത്യക്ക് പുറത്താവട്ടെ, മറ്റേത് ലോകരാജ്യങ്ങളിലാവട്ടെ, അതിന് മാനവ വിരുദ്ധ മുഖം മാത്രമേ ഉള്ളൂ, മതമില്ലെന്ന്. അവരെ വെടിവെച്ചു. നോക്കൂ, ഇവിടെ സുരേഖ ബോധ്മാങ്കേക്ക് അതിദാരുണമായ അവരെതിർത്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട പിന്നെ മിണ്ടാതിരുന്നപ്പോ മതി അല്ലേ, ഇതൊന്നും സംഭവിക്കില്ല. അങ്ങനെ കുറെ പേര് മിണ്ടിയത് കൊണ്ടാണ് നമ്മളൊക്കെ വിളിക്കുന്നത്. കുറെ പേർ ജീവൻ ത്യജിച്ചത് കൊണ്ടാണ്, ജീവിതം ബലിയർപ്പിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ വിളിക്കുന്നത്. ആ ബോധ്യത്തോടുകൂടി മനുഷ്യനാകാനുള്ള പ്രാപ്തി നേടാൻ ശരീരത്തിനും കരുത്തിനും ബലമുള്ള ഒരു വിഭാഗം എന്നുള്ളതിലേക്ക് നമുക്ക് ഒട്ടേറെ കഴിവുകൾ, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആർത്തവം എന്നല്ല, നമ്മുടെ ശരീരത്തിന്റെ കെൽപ്പിന് എത്ര പേര് പറയുന്നത് അല്ലേ? ആർത്തവം, മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ കരുത്താണ്. എത്ര പേർക്കറിയാം? ഡിഗ്രി സർട്ടിഫിക്കറ്റും ഡോക്ടറേറ്റും ഒക്കെ ഉള്ളവർ ഈ കേരളത്തിൽ നടന്നില്ലേ? ഞങ്ങൾ കുലസ്ത്രീകൾ, എന്ത് ആർത്തവം മോശമാണ്. എന്ത് വിലയുണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക്, നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തിന്? എഡ്യൂക്കേഷൻ ഫോർ ലിബറേഷൻ എവിടെന്നാണെന്നറിയോ ഉണ്ടായത്? വിദ്യാഭ്യാസം മോചനത്തിനായിരിക്കണം. വ്യക്തി എന്നുള്ള നിലയ്ക്ക്, വ്യക്തി ജീവിതത്തിന്റെ വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള മോചനം, പട്ടിണിയിൽ നിന്നുള്ള മോചനം, ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനം, അന്ധവിശ്വാസത്തിൽ നിന്നുള്ള മോചനം. ഇത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഉയർന്നു കേട്ട ശബ്ദമാണ്. പൗലോ ഫെയർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിചക്ഷൺ. അതുപോലെ ഉയർന്നത് എന്താണ്? തിയോളജി എന്ന് പറയുന്നത് ലിബറേഷന് വേണ്ടിയാവണം. ദൈവശാസ്ത്രം മാനവ വിമോചനത്തിനാവണം. അവിടെ നിന്ന് ആര് വന്നത്? പോപ്പ് ഫ്രാൻസിസ് വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാപ്പ എന്ന് വിളിച്ചപ്പോ
ഞാൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാർ നല്ലവരാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റാണ്. അതുകൊണ്ട് മുരുകൻ കാട്ടാക്കട പാടിയതുപോലെ മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിന്റെ പേരതാണു മാർക്സിസം. ഇനിയോ, കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം. ഈ മുതലാളിത്തത്തോട് നമ്മൾ പറയണം. നമുക്ക് കിട്ടുന്നുണ്ടോ? ഇപ്പൊ എന്റെ മകൻ ആക്സിസ് ബാങ്കിൽ ജോലി ചെയ്യുക, നിങ്ങൾ ഇരിക്കുന്ന പലരും ICIC എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവൻ വീട്ടിൽ പറയും, ഞാൻ ജോലി ചെയ്യുന്നത് ഇങ്ങനെ ഇന്റർനാഷണൽ ബാങ്കിലാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്, ലാഭം ഉണ്ടാക്കുന്നത്. ഞാൻ പറയണ നിനക്ക് എന്ത് കിട്ടുന്നുണ്ട്? ചോദിക്കണ്ടേ നമ്മുടെ മക്കളോട്? അവിടെയാണ് മാർക്സിസം പറയുന്നത്, കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം. ഇതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ആ മിച്ചമുള്ളത് തട്ടിയെടുക്കുന്ന മുതലാളിത്തത്തിന്, സാമ്രാജ്യത്വത്തിന് എതിരെയുള്ള പടപ്പുറപ്പാട്, ആ പടപ്പുറപ്പാടിനെ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ബാങ്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ ആർജവത്തോടുകൂടി മുന്നോട്ട് വരണം. വീട്ടിലെ എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റണം, കുട്ടികളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തണം, വീട്ടിൽ ഫൈറ്റ് ചെയ്യണം, സമരം നടത്തണം. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇന്ന് ഞാൻ രാവിലെ പോന്നു, വീട്ടിൽ പുള്ളില്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി പുട്ടുണ്ടാക്കി, ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് ചെയ്തോളാൻ പറഞ്ഞു. മകനുണ്ട്, രണ്ടാമത്തവനുണ്ട്, ഹസ്ബൻഡ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, കണ്ടോ? അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നു. ഇനി അദ്ദേഹം ഇല്ലാത്തപ്പോഴോ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. ഇതാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സ് മാറും. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ, മുകളിൽ ഇരിക്കുന്നവർ, നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വീട്ടിലുള്ളവർ വീട്ടടിമയല്ല. അവർക്കും ഈ സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. ഈ സമൂഹത്തിലെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ, അതിനെക്കുറിച്ച് തീരുമാനിക്കാൻ ഒക്കെയുള്ള കഴിവും ശേഷിയുള്ളവരാണ് ഇവിടെയുള്ളവർ എന്ന് മാർക്സ് ഉയർത്തിപ്പിടിക്കുന്ന ആ മൂല്യബോധം, മനുഷ്യത്വത്തിന്റെ മൂല്യബോധം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. ഉണ്ടാക്കിയില്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെ വിപ്ലവം നയിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നമ്മുടെ ഇവിടെ കൂടിയിട്ടുള്ളവർക്ക് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ബഫിക്ക് വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് ഈ സമൂഹത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചതിന്, നിങ്ങളുടെ ഈ സംസ്ഥാന സമ്മേളനത്തിന് രണ്ടു വാക്ക് പറയാൻ ഒരു അവസരം തന്നതിനുള്ള വളരെ ഹൃദയം തുറന്ന നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം അറിയിക്കുന്നു.